മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ചിലർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് നിങ്ങളൊരു കോപ്പറേറ്റീവ് എൻവറോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഐറ്റത്തെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതായത് ഇവർ നമ്മളോട് ഭയങ്കര സ്നേഹസ്വരൂപിയായിട്ടും അല്ലെങ്കിൽ സ്വരൂപനായിട്ടും അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര സപ്പോർട്ടീവായിട്ടും അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന രീതിക്കൊക്കെ വന്ന് നിൽക്കും. പക്ഷേ ഈ തെണ്ടുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിടം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള പണി ഒപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടോ ഒരു ഉളുപ്പില്ലാണ്ട് ഒരു ചീഞ്ഞളിഞ്ഞ ചിരിയായിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് തന്നെ വരികയും ചെയ്യും. പിന്നെ ഇവർക്ക് വേറെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനുള്ള സ്പെഷ്യൽ ഗ്യാങ് വരെയുണ്ട്. നമ്മളിങ്ങനെ കോർണർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇവർ ഗ്യാങ് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഗ്യാങ്ങിൽ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോപ്പറേറ്റീവ് കുടുംബശ്രീ ചേച്ചിമാരും കോപ്പറേറ്റീവ് കുടുംബശ്രീ ചേട്ടന്മാരും ആയിരിക്കും ഉണ്ടായിരിക്കും. ഇവർക്ക് വേറെ ഒരു പണിയില്ല. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസം ഇരുന്ന് കോർണർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർക്ക് നമ്മളോടുള്ള ദേഷ്യം തോന്നാൻ ഇങ്ങനെ പ്രത്യേകിച്ച് കാരണം വേണമെന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇവർ പറയുന്ന ചീഞ്ഞളിഞ്ഞ കോമഡിക്ക് നമ്മൾ ചിരിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യമാവാം. അപ്പം ഇങ്ങനെയുള്ള ടോക്സിക് പീപ്പിൾ കാരണം ഒരുപാട് പേരുടെ ലൈഫ് 3G ആയി പോവാറുണ്ട്. അതായത് ചിലർക്കൊന്നും ഇത് ഭയങ്കരമായിട്ട് മെൻ്റലി ഡിപ്രസ്ഡ് ആവും. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെ വെറുത്തു പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങളുടെ ടീമിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഈ ഒരു ഐറ്റംസ് ഉള്ളവരുടെ കൂടിയാ വർക്ക് ചെയ്യുന്ന അവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പിള്ളേരെ ഇവരൊന്നും മൈൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ഡെവലപ്പാക്കാൻ പറ്റുന്ന അത്ര ചെയ്യുക. ഈ തെണ്ടികളെ മൈൻഡ് ചെയ്യരുത്. ഇവരിങ്ങനെ തന്നെ ഓരോ ദിവസം കഥകൾ ഇറക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. പുതിയൊരാൾ വരുമ്പോൾ പുതിയൊരാളിലേക്കാവും. ഇതങ്ങനെ ഒരു രോഗമായിട്ട് കുറച്ച് പേർക്കുണ്ട്. അപ്പോൾ അത് മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഇതെനിക്ക് മനസ്സിലാക്കി തന്നത് ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഒരു ഓഫീസിലൊരു അനുഭവമായിരുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇപ്പം ഐ എം വെരി ഹാപ്പി. അപ്പം ഇങ്ങനത്തെ ഐറ്റംസിനെ നമുക്കൊന്ന് പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പം വീഡിയോ റിലേറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഇറ്റ്സ് മീ അഖില. ലവ് യു ഗൈസ്. ബൈ ബൈ.